നിറവിൽ പാഴൂർ പള്ളിപ്പാട്ട് ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം ഡിസംബർ 28-ന് സമാപിക്കും. യജ്ഞാചാര്യൻ മേഴത്തൂർ സുദർശനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലുള്ള പൂജകളും പ്രഭാഷണങ്ങളും നാമജപ പ്രദക്ഷിണവും സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഭക്തിയുടെ നിറവിൽ പാഴൂർ പള്ളിപ്പാട്ട് ക്ഷേത്രം മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സപ്താഹ യജ്ഞം ഡിസംബർ 28-ന് സമാപിക്കും. മേഴത്തൂർ സുദർശനൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞ ചടങ്ങുകൾക്കായി ശ്രീകൃഷ്ണ വിഗ്രഹം പിഷാരുകോവിലിൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് എഴുന്നള്ളിച്ചു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം മേൽശാന്തി ശ്രീജിത്ത് ഭട്ടതിരിയുടെ കാർമ്മികത്വത്തിൽ വിഗ്രഹം യജ്ഞശാലയിൽ പ്രതിഷ്ഠിച്ചു. വടക്കില്ലത്ത് ദേവദാസ് നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് യജ്ഞാചാര്യൻ സുദർശനൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടത്തി. യജ്ഞശാലയിൽ വേദമന്ത്രജപത്തോടെ ദിവസവും യജ്ഞ ചടങ്ങുകൾ തുടങ്ങും. തുടർന്ന് നാമജപ പ്രദക്ഷിണം, അവതാര സമയങ്ങളിൽ വിശേഷാൽ പൂജകൾ, ആചാര്യ പ്രഭാഷണം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് തിരുവാതിര കളിയും സമാപന ദിവസം ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. മഴക്കാലത്ത് ഡിഷ് ആന്റിനകൾ നല്ല പണി തരും. മാറൂ കേരള വിഷൻ ഫ്രീ കേബിൾ ടിവിയിലേക്ക്. കേരള വിഷൻ KV ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും.